16 സെനറ്റ് പോസ്റ്റുകളാണ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. അതിലേക്കായി വിവിധ മേഖലകളിലെ ഏറ്റവും പ്രഗത്ഭരായ 48ഓളം വരുന്ന ആളുകളുടെ ലിസ്റ്റ് സർവകലാശാല വിവിധ പരിശോധനകൾ നടത്തി ചാൻസലറുടെ ഓഫീസിലേക്ക് സമർപ്പിക്കുന്ന നിലയുണ്ടായി. എന്നാൽ ആ ലിസ്റ്റിനെ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് മുൻകാലങ്ങളിലേത് എന്നതുപോലെ തന്നെ കാലിക്കറ്റിലും കേരളയിലും കണ്ടതുപോലെ തന്നെ RSSന്റെ നോമിനികളെ ഏകപക്ഷീയമായി സർവകലാശാലയുടെ സെനറ്റിലേക്ക് നിയമിക്കുന്ന കാഴ്ചയാണ് കണ്ണൂർ സർവകലാശാലയിലും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നോമിനേഷൻ ഒന്ന് മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ടാണ്. മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സർവകലാശാല നൽകിയ ലിസ്റ്റിലുള്ളത് ഹിന്ദു പത്രത്തിലെ പ്രധാനപ്പെട്ട മുതിർന്ന പത്രപ്രവർത്തകനായിട്ടുള്ള വെങ്കിടേഷ് രാമകൃഷ്ണൻ സാറ്, അതേപോലെ തന്നെ രാജ്യം ആദരിക്കുന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള ശശികുമാർ സാറ്, അതേപോലെ തന്നെ ദൂരദർശന്റെ ഡയറക്ടറായിട്ടുള്ള കൃഷ്ണദാസ് തുടങ്ങിയിട്ടുള്ള ആളുകളെയാണ് സർവകലാശാല നോമിനേറ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടുള്ളത്. എന്നാൽ അവയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചാൻസലർ നടത്തിയിട്ടുള്ള നോമിനേഷൻ ജന്മഭൂമി പത്രത്തിന്റെ ഒരു പ്രാദേശിക ലേഖകനെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ്